ദശകം 88 സന്താനഗോപാലം. പ്രാഗേവാചാര്യപുത്രാ ഹൃദി നിശമനയാ സ്വീയഷട്സൂനുവീക്ഷാം കാംക്ഷന്ത്യാ മാതുരുക്ത്യാ സുതലഭൂബലിം പ്രാപ്യതേനാർപ്പിതാംസ്ത്വം ധാതുശാപാത് ഹിരണ്യാന്വിത കശിപഭവാൻ ശൗരിജാൻ കംസഭഗ്നാൻ ആനീയൈനാൻ പ്രദർശ്യ സ്വപദമനയതാ പൂർവപുത്രാൻ മരീചേ. പ്രാഗ് ഏവ ആചാര്യപുത്രാഹൃതി നിശമനയാ സ്വീയ ഷട്സൂനു വീക്ഷാം കാംക്ഷന്ത്യാ മാതുഃ ഉക്ത്യാ സുതലഭൂബലിം പ്രാപ്യ തേന അർപ്പിതാൻ ത്വം ധാതുഃ ശാപാത് ഹിരണ്യാന്വിത കശിപഭവാൻ ശൗരിജാൻ കംസഭഗ്നാൻ ആനീയ ഏനാൻ പ്രദർശ്യ സ്വപദം അനയതാഹ പൂർവപുത്രാൻ മരീചേഃ. പ്രാഗേവ ആചാര്യപുത്ര ആഹൃതി നിശമനയാ. ശ്രീകൃഷ്ണ ഭഗവാൻ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വിദ്യാഭ്യാസത്തിനായി പോയി വിദ്യയെല്ലാം അഭ്യസിച്ച് കഴിഞ്ഞതിന് ശേഷം ഗുരുദക്ഷിണ നൽകിയത് മൃതപുത്രനെ തിരികെ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ്. ആ കാര്യം അറിഞ്ഞപ്പോൾ ദേവകി ദേവിക്ക് ഒരു ആഗ്രഹം. സ്വീയ ഷട്സൂനു വീക്ഷാം. തനിക്ക് ശ്രീകൃഷ്ണനും ബലരാമനും മുൻപായിട്ട് മരിച്ചുപോയ 6 മക്കളെ ഓർത്ത് ആ അമ്മയ്ക്ക് അവരെ കാണണം എന്നുള്ള മോഹമുണ്ടായി. ആ വിവരം ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു. അങ്ങനെ മാതുഃ ഉക്തിയ, അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് ഭഗവാൻ സുതലഭൂബലിം പ്രാപ്യ, സുതലത്തിൽ ചെന്ന് മഹാബലിയെ കണ്ടു. തേന അർപ്പിതാൻ ത്വം, ആ മഹാബലിയാൽ കൊണ്ടുവന്ന് കൊടുത്ത ആ 6 ജ്യേഷ്ഠന്മാർ അവരെങ്ങനെയാണ് ആ അവസ്ഥയെ പ്രാപിച്ചതെന്നാൽ ധാതുഃ ശാപാത്, ബ്രഹ്മദേവൻ്റെ ശാപം നിമിത്തം ഹിരണ്യാന്വിത കശിപു ഭവാൻ ശൗരിജാൻ, ആ ഹിരണ്യകശിപുവിൽ നിന്ന് ജനനം എടുക്കൊണ്ട 6 പുത്രന്മാർ, അവർ ശൗരിജാൻ കംസഭഗ്നാൻ, ആ ശൂരസേനസൂതനായിരിക്കുന്ന കംസനാൽ വധിക്കപ്പെട്ടവരായി പിന്നത്തെ ജന്മത്തിൽ. അവരെല്ലാം ആനീയ ഏനാൻ, അവരെല്ലാം തിരികെ കൊണ്ടുവന്ന് പ്രദർശ്യ, അമ്മയെ കാണിച്ചു. സ്വപദം അനയതാഹ, അത് കഴിഞ്ഞിട്ട് അവരെ അവരുടെ സ്ഥാനത്തിലേക്ക് തിരിച്ചുവിട്ടു. പൂർവപുത്രാൻ മരീചേഃ, ഇവരെല്ലാം മരീചിയുടെ മുൻജന്മത്തിലെ പുത്രന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ബ്രഹ്മദേവൻ സൃഷ്ടി ആരംഭിക്കുന്ന ആ സമയത്ത് സരസ്വതി ദേവിയെ തൻ്റെ അരികിൽ വച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ദേവന്മാരും മഹർഷിമാരുമൊക്കെ പരിഹസിച്ച് ചിരിച്ചു. അതിൽ മരീചി എന്ന മഹർഷിയുടെ പുത്രന്മാർ 6 പേരുണ്ടായിരുന്നവർ. അവരുടെ പേര് സ്മരൻ, ഉദ്ഗീതൻ, പരിശ്വങ്കൻ, പതങ്കൻ, ക്ഷുദ്രഭൃത്, ഘൃണി. ഈ 6 മക്കൾ വളരെ കലശലായിട്ട് അങ്ങോട്ട് പരിഹസിച്ച് ചിരിച്ചു. ബ്രഹ്മദേവന് അത് കണ്ട് ദേഷ്യം വന്നപ്പോൾ നിങ്ങളെല്ലാം അസുരയോനികൾ ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അടുത്ത ജന്മത്തിൽ അവരെല്ലാം ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായി ജനിച്ചു. വീണ്ടും പിന്നീടുള്ള ജന്മത്തിലാണ് ദേവകി വസുദേവന്മാരുടെ പുത്രന്മാരായിട്ട് ജനിച്ചത്. ആ 6 പേരെയും വീണ്ടും ശൂരസേനസുതനായിരിക്കുന്ന കംസനാൽ വധിക്കപ്പെടുകയും ചെയ്തു. ആ 6 പേരെയാണ് ഈ ദേവകി ദേവി ഭഗവാന്റെ അമ്മ കാണണമെന്ന് ആഗ്രഹിച്ചത്. എന്തായാലും ഭഗവാന്റെ വിദ്യാഭ്യാസ കാലത്ത് സാന്ദീപനി മഹർഷിക്ക് ഗുരുദക്ഷിണയായി നൽകിയത് അവർക്ക് പ്രഭാസതീർത്ഥത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ
തങ്ങളുടെ കുട്ടിയായിരുന്നു. ഈ വിവരം അറിഞ്ഞ ദേവകി ദേവിക്ക് തനിക്കും തൻ്റെ ആദ്യത്തെ 6 മക്കൾ നഷ്ടപ്പെട്ടു പോയതല്ലേ, അവരെല്ലാം കംസൻ ശിലയിലടിച്ച് കൊന്നതല്ലേ, അവരെയും എനിക്കൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാനെ അറിയിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ നേരെ അവർ താമസിക്കുന്ന സ്ഥലമായിരിക്കുന്ന സുതലത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ മഹാബലി ഭഗവാനെ സേവിക്കാനായിട്ട് എത്തിച്ചേർന്നു. ആ മഹാബലി കൊണ്ടുവന്ന് കൊടുത്ത ഈ 6 പുത്രന്മാരെയും ആനയിച്ചു കൊണ്ടുവന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അമ്മയ്ക്ക് കാട്ടിക്കൊടുത്തു. അവരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത കൃതാർത്ഥത തോന്നി. അതിനുശേഷം അവരെല്ലാം അവരുടെ സ്വസ്ഥാനങ്ങളിലേക്ക് മടക്കി അയച്ചു. ഇപ്രകാരം ഭഗവാൻ തൻ്റെ അമ്മയോടുള്ള ആ സ്നേഹാദരങ്ങളെയൊക്കെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നിർവഹിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് നയിച്ചത്. എല്ലായ്പ്പോഴും മാതാപിതാക്കൾക്ക് എത്രത്തോളം ബഹുമാനം നൽകണമോ, അവരുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ഏതെല്ലാം പ്രകാരത്തിൽ നിവൃത്തി വരുത്തണമോ അതെല്ലാം നിർവഹിച്ച് ഭഗവാൻ നമ്മളെ കാണിച്ചു തരികയാണ്. ഒരു വേള ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ അങ്ങയുടെ ഉദരത്തിൽ വന്ന് പിറന്നത് മൂലം മാതാപിതാക്കൾക്കൊക്കെ 11 വർഷത്തോളം കാരാഗൃഹവാസം അനുഭവിക്കേണ്ടി വന്നില്ലേ, ഈ കടമെല്ലാം ഞാൻ എങ്ങനെയാണ് തീർക്കുക എന്നെല്ലാം ഒരവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മളും മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾക്ക് കുട്ടികളുണ്ടാകേണ്ട വാത്സല്യത്തോടൊപ്പം തന്നെ ആ കുട്ടികൾക്ക് മാതാപിതാക്കളോട് എത്രമാത്രം കടപ്പാട് ഉണ്ട് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു മനുഷ്യജന്മമെടുത്ത ഏതൊരാൾക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്ത് കാണിച്ചത്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര തന്നെ കാഠിന്യമേറിയ പ്രവൃത്തിയാണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാം ഹിതത്തിനായിക്കൊണ്ട് അതുപോലും അനുഷ്ഠിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രാഗേവാചാര്യപുത്രാഹൃതി നിശമനയാ സ്വീയഷട്സൂനുവീക്ഷാം കാക്ഷന്ത്യാ മാതുരുക്ത്യാ സുതലഭൂബലിം പ്രാപ്യതേനാർപ്പിതാം സ്ത്വം ധാതുശാപാധിരണ്യാന്വിത കശിപുഭവാൻ ശൗര്യജാൻ കംസഭഗ്നാൻ ആനീയൈനാൻ പ്രദർശ്യ സ്വപദമനയഥാ പൂർവപുത്രാൻ മരീജേ. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശ്യം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വമനുഗ്രഹീതു കാമോ മിഥിലാം പ്രാപിത താപസൈ സമേത. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശ്യം നൃപതിം ച ഭക്തിപൂർണം യുഗപത് ത്വം അനുഗ്രഹീത കാമഃ മിഥിലാം പ്രാപിത താപസൈഹി സമേതഃ. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം, ശ്രുതദേവൻ എന്നു പേരായിട്ട് ഉള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ, അതുപോലെ തന്നെ ബഹുലാശ്വം നൃപതിം, ബഹുലാശ്വൻ എന്നു പേരായ ഒരു രാജാവും, അവരൊക്കെ ഭക്തിപൂർണം വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ ഉപാസിച്ചിരുന്നു. അവർക്കൊക്കെ യുഗപത് ഒരേ കാലത്തിൽ തന്നെ ത്വം അനുഗ്രഹീതു കാമഃ, അവരെ ഒരേ സമയത്ത് രണ്ടുപേരെയും അനുഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഭഗവാൻ മിഥിലാം പ്രാപിത താപസൈ സമേത, ഭഗവാൻ മിഥിലാ നഗരത്തിലേക്ക് താപസന്മാരാൽ അനുഗമിക്കപ്പെട്ടവനായിട്ട് എത്തിച്ചേർന്നു. ശ്രുതദേവൻ എന്നും ബഹുലാശ്വൻ എന്നും പേരായ 2 ഭക്തന്മാരെ ഒരേ സമയത്ത് അനുഗ്രഹിക്കണം എന്നുള്ള ഇച്ഛയോടുകൂടി ഭഗവാൻ മഹർഷിവര്യന്മാരാൽ അനുഗമിക്കപ്പെടുന്നവനായിട്ട് മിഥിലാ നഗരത്തിലേക്ക് എത്തിച്ചേർന്നു. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം
ബഹുലാശ്വം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വമനുഗ്രഹീതു കാമോ മിഥിലാം പ്രാപിത താപസൈ സമേത. ഗച്ഛന്തു മൂർത്തിരുഭയോ യുഗപത്നികേദം ഏകേന ഭൂരി വിഭവൈർവിഹിതോപചാര അന്യേന തദ്ദിന മൃദൈശ്ച ഫലൗദനാദ്യൈ തുല്യം പ്രസേദിത ദധാതജ മുക്തിമാഭ്യാം. ഗച്ഛൻ ദ്വിമൂർത്തി ഉഭയോഃ യുഗപത്നികേദം ഏകേന ഭൂരി വിഭവൈ വിഹിത ഉപചാരഃ അന്യേന തദ്ദിനമൃതൈഃ ച ഫല ഔദനാദ്യൈ തുല്യം പ്രസേദിത ദദാഥ ച മുക്തിമാഭ്യാം. ഗച്ഛൻ ദ്വിമൂർത്തിരുഭയഃ, ഭഗവാൻ രണ്ട് ശരീരങ്ങളെ കൈകൊണ്ട് അവർ രണ്ടിടത്തേക്കും യുഗപത് ഒരേ സമയത്ത് തന്നെ എത്തിച്ചേർന്നു. നികേതം അവരുടെ വാസസ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അതിൽ ഒരാൾ ഏകേന ഭൂരിവിഭവൈഹി വിഹിതോപചാര, വളരെയധികം വിഭവങ്ങളെ കൊണ്ട് ഭഗവാനെ പൂജിച്ചു. അന്യേന മറ്റേയാളാവട്ടെ തദ്ദിനഭൃതൈഹി, ആ ദിവസം തയ്യാറാക്കിയ ഫല ഓദന ആദ്യൈഹി, കായ്കളും അന്നവും എല്ലാം ഉപയോഗിച്ചും ഭഗവാനെ പൂജിച്ചു. തുല്യം പ്രസേദിത, അവരുടെ രണ്ടുപേരുടെയും മുൻപിൽ ഭഗവാൻ ഒരേപോലെ പ്രസാദിച്ചു എന്നാണ് പറയുന്നത്. തന്നെയുമല്ല ദദാത ച മുക്തിമാഭ്യാം, രണ്ടുപേർക്കും മുക്തിയെയും നൽകി. ഒരേ സമയം തന്നെ ഭഗവാൻ രണ്ട് രൂപങ്ങളെ ധരിച്ചുകൊണ്ട് രണ്ടുപേരുടെയും അടുത്ത് ഭഗവാൻ എത്തിച്ചേർന്നു. രാജാവായിരിക്കുന്ന ബഹുലാശ്വനാണെങ്കിൽ ധാരാളം വിഭവങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ പൂജിച്ചു. എന്നാൽ ശ്രുതദേവൻ എന്ന് പറയുന്ന ബ്രാഹ്മണനാവട്ടെ അത്രയേറെ വിഭവങ്ങളും തയ്യാറാക്കാനുള്ള സാമ്പത്തിക ശക്തി ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹം അന്ന് സമ്പാദിച്ച കായ്കൾ കൊണ്ടും അപ്പോൾ മാത്രം പാചകം ചെയ്ത അന്നം കൊണ്ടും ഒക്കെ ഭഗവാനെ യഥാശക്തി പൂജിച്ചു. ഭഗവാൻ രണ്ടുപേരിലും ഒരേപോലെ തന്നെ പ്രസാദിച്ച് രണ്ടുപേർക്കും മുക്തിയെയും നൽകി എന്ന് പറയാം. ഇവിടെ ഏത് മനസ്സോടുകൂടിയാണോ ഭഗവാന് സമർപ്പണങ്ങൾ നടത്തുന്നത് എന്നതാണ് പ്രധാനം, എത്രയാണ് സമർപ്പിക്കുന്നത് എന്നതല്ല. അതുകൊണ്ടാണ് ഒരാൾ വളരെ ധനവാനായ രാജാവാണെന്നും മറ്റേയാൾ അത്രയ്ക്കൊന്നും സാമ്പത്തിക ശക്തിയില്ലാത്ത ഒരു ബ്രാഹ്മണനാണെന്നും പറഞ്ഞത്. എന്നാൽ രണ്ടുപേർക്കും ഒരേപോലെ ഭക്തി ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെയുള്ള അനുഗ്രഹവും ഭഗവാൻ കൊടുത്തു എന്നതാണ് പറയുന്നത്. ഇവിടെ ഭക്തിയോടുകൂടി എന്ത് സമർപ്പിച്ചാലും ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഗീതയിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയേശ്ചതി തതഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മന. പത്രം പുഷ്പം ഫലം തോയം, ഇതിലേതായാലും യോമേ ഭക്തിയാ പ്രയേശ്ചതി, ആരാണോ ഭക്തിയോടുകൂടി എനിക്ക് സമർപ്പിക്കുന്നത്, തതഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മന, ഭക്തിയോടുകൂടിയാണ് അത് സമർപ്പിക്കുന്നതെങ്കിൽ ഞാൻ അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും എന്നാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഭഗവാൻ വീണ്ടും പറയുന്നത് ഭൂര്യപ്യഭക്തോപഹൃതം നമേ തോഷായ കൽപ്പതേ എന്നുകൂടി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭൂരി അഭി അഭക്തോപഹൃതം, കുന്നുപോലെ ധനം കൊണ്ട് വന്ന് എൻ്റെ മുമ്പിൽ സമർപ്പിച്ചാലും അഭക്തനാണെങ്കിൽ നമേ തോഷായ കൽപ്പതേ, എനിക്ക് സന്തോഷിക്കുവാൻ ആവില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായ സമർപ്പണ ഭാവത്തോടുകൂടി എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാന്റെ പ്രസാദത്തിനായി ഭവിക്കും എന്നതും, ആ ഭക്തി എന്ന രസം മാറ്റി നിർത്തിക്കൊണ്ട് എന്തെല്ലാം തന്നെ കൊണ്ട് സമർപ്പിച്ചാലും അത് ഭഗവാന്റെ പ്രസാദത്തിനായി ഭവിക്കുകയില്ല എന്നും കൂടി നമ്മളിവിടെ മനസ്സിലാക്കി തരികയാണ് ഈ ശ്ലോകത്തിലൂടെ. ഗച്ഛന്ത്യുമൂർത്തിരുപയോ യുഗപത്നികേതം
ഏകേന ഭൂരിവിഭവൈർവിഹിതോപചാര അന്യേന തദ്ദിനവൃതൈശ്ച ഫലൗദനാദ്യൈ തുല്യം പ്രസേദിത ദദാത ച മുക്തിമാഭ്യം. ഭൂയോ തദ്വാരവത്യാം ദ്വിജതനയമൃതിം തത്പ്രലാപാനഭിത്വം കോ വാ ദൈവം നിരുന്ധ്യാദിത് കില കഥയൻ വിശ്വവോടാപ്യസോടാ. ജിഷ്ണോർഗർവം വിനേതും ത്വയി മനുജതിയാ കുണ്ഠിതാം ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിദാതും പരമതമപദ പ്രേക്ഷണേ നേതി മന്യേ. ഭൂയഃ അധ ദ്വാരവത്യാം ദ്വിജതനയമൃതിം തത് പ്രലാപാൻ അപി ത്വം കോ വാ കഹ വാ ദൈവം നിരുന്ധ്യാത് ഇതി കില കഥയൻ വിശ്വവോഢാ അപി അസോഢാഃ. ജിഷ്ണോഃ ഗർവം വിനേതും ത്വയി മനുജതിയാ കുണ്ഠിതാം ച അസ്യ ബുദ്ധിം തത്വാരൂഢാം വിധാതും പരമതമപദ പ്രേക്ഷണേന ഇതി മന്യേ. ഭൂയഃ അധ പിന്നീട് ദ്വാരവത്യാം ദ്വാരകാപുരിയിൽ ദ്വിജതനയമൃതിം തത് പ്രലാപാനപി അവിടെ അടുത്തടുത്തുണ്ടായ ബ്രാഹ്മണകുമാരൻ്റെ മരണവും തത് പ്രലാപാനപി അതിനോടനുബന്ധിച്ച് ആ ബ്രാഹ്മണൻ്റെ വിലാപവും ഒക്കെ കേട്ടിട്ട് ത്വം കഹ വാ ദൈവം നിരുന്ധ്യാത് ഇതി കില കഥയൻ. ഇത് കർമ്മഫലമാണ്, ഇതിനെ ആർക്കാണ് തടയാൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വവോഢ അഭി വിശ്വംഭരനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എങ്കിലും അസോഢാഹ അതിനെയൊക്കെ സഹിച്ചു. ഇപ്രകാരം ചെയ്തത് എന്തിനായിരിക്കാം എന്നാണ് മേൽപ്പത്തൂരിലൂടെ പറയുന്നത്. ജിഷ്ണോഹോ ഗർവം വിനേതും അർജുനൻ്റെ അഹങ്കാരം കളയുന്നതിനും ത്വയി ഗുരുവായൂരപ്പ അങ്ങയിൽ മനുജതീയ മനുഷ്യനാണ് എന്നുള്ള ബോധത്തോടു കൂടി കുണ്ഠിതാം ച അസ്യ ബുദ്ധിം ആ കേവലം മനുഷ്യഭാവത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ കാണുന്നത് എന്നുള്ള അയാളുടെ ആ ബുദ്ധിയെ തത്വാരൂഢാം വിദാതും അയാൾക്ക് താത്വികമായി ഉയർത്തിയെടുത്തുകൊണ്ട് അയാളെ കൂടെ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ ഈശ്വരനാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനാണോ, അല്ലെങ്കിൽ പരമതമപദ പ്രേക്ഷണേന വളരെ ഉത്കൃഷ്ടമായിരിക്കുന്ന വൈകുണ്ഠത്തിൻ്റെ തന്നെ ദർശനവും ഒക്കെ കൊടുത്തുകൊണ്ട് ആ അർജുനനെ യഥാർത്ഥ തത്വത്തിലേക്ക് ഉയർത്തുവാനും ആയിട്ടുള്ള ഒരു കപട നാടകമായിരുന്നില്ലേ ഇത് എന്നാണ് മേൽപ്പത്തൂർ ചോദിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലായിരിക്കുന്ന സമയത്ത് അർജുനൻ കുറച്ച് നാൾ അവിടെ പോയി താമസിച്ച ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ 8 പുത്രന്മാർ മരിച്ചതിൻ്റെ സങ്കടത്തിൽ 9ാമത് പുത്രൻ മരിച്ചപ്പോൾ ആ കുട്ടിയെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൻ്റെ മുൻപിൽ വെച്ചുകൊണ്ട് ഇരുന്ന് കരയുകയാണ്. അവിടെ ഈ ബ്രാഹ്മണൻ ശ്രീകൃഷ്ണ ഭഗവാനെയും ബലരാമനെയും പ്രദ്യുമ്നെയും അനിരുദ്ധനെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അവിടെ ഇരുന്ന് കരയുന്നത്. ഈ ബ്രാഹ്മണൻ്റെ കുമാരന്മാർ മരിച്ചു പോകുന്നതിന് കാരണം രാജാക്കന്മാരാണ് എന്നുള്ള ആരോപണവുമായിരുന്നാണ് ആ ബ്രാഹ്മണൻ കരഞ്ഞത്. ഇതെല്ലാം കേട്ടിട്ടും ഈ വിശ്വത്തെ മുഴുവൻ ഭരിക്കുന്നവനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോരുത്തരുടെയും കർമ്മഫലം എങ്ങനെ തടയാനാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം സഹിച്ച് അവിടെ ഇരുന്നു. ഒരുപക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരം അതെല്ലാം സഹിച്ച് അവിടെ ഇരുന്നതിനുണ്ടായ കാരണം തൻ്റെ കൂട്ടുകാരനായ അർജുനന് വൈകുണ്ഠം കാണിച്ചു കൊടുക്കുന്നതിനും കേവലം ഒരു മനുഷ്യനാണ് ശ്രീകൃഷ്ണൻ എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് അർജുനനെ ഉയർത്തി സാക്ഷാൽ പരമാത്മാവായ ബ്രഹ്മം തന്നെയാണ് അർജുനൻ്റെ കൂടെയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ എന്നുള്ള സത്യത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കപട നാടകമായിരുന്നില്ലേ
ഭഗവാന് ഇത് എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറയുന്നത്. നമ്മുടെയെല്ലാം വീട്ടിൽ ഏതൊരാൾ നല്ല കാര്യങ്ങൾ ചെയ്താലും ആ നന്മയുടെയെല്ലാം പൂർണ്ണമായ ഭാവത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. അവരുടെ മാനുഷികമായ തിന്മകളെ കണ്ടുകൊണ്ട് ആ നന്മകളെയൊക്കെ മൂടി വയ്ക്കാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുള്ളത്. ഭാഗവതത്തിൽ തന്നെയും ശ്രീകൃഷ്ണ ഭഗവാനെ പുത്രനായി കിട്ടിയിട്ട് വസുദേവർ ഒരിക്കൽ നാരദരോട് ചോദിക്കുന്നുണ്ട്, ഹേ നാരദരെ, മനുഷ്യർക്ക് ജീവിതത്തിൽ ശ്രേഷ്ഠത ഉണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം കേട്ടിട്ട് നാരദർ പൊട്ടിച്ചിരിച്ചുപോയി എന്നാണ് പറയുന്നത്. കാരണം പരമാത്മസ്വരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ പുത്രനായി ലഭിച്ച മഹാഭാഗ്യവനായ വസുദേവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്ന് ഓർത്തിട്ടാണ് നാരദർ ചിരിച്ചു പോയത്. കാരണം സാക്ഷാൽ ഈശ്വരന് തന്നെ പുത്രനായി ലഭിച്ച വസുദേവർ പോലും മായയിൽ പെട്ട് ഭ്രമിച്ച് ആ പുത്രൻ്റെ ഈശ്വരീയതയെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് കഷ്ടം തന്നെ എന്നതാണ് നാരദമുനിയുടെ ചിരിക്ക് കാരണം. എന്തായാലും ചോദ്യം ചോദിച്ചത് ഭഗവാന്റെ പിതാവായ വസുദേവരാണ് എന്നതുകൊണ്ട് ആ ചോദ്യത്തെ വളരെയധികം ബഹുമാനിച്ച് തന്നെ അതിന് ആവശ്യമായ ഉത്തരവും ഒക്കെ അവിടെ നാരദമുനി കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ അർജുനനും തൻ്റെ കൂടെ ഉള്ള ഒരു സഖാവായിട്ടൊരു കൂട്ടുകാരനായിട്ട് മാത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കിയിരുന്നത്. ആ അർജുനന് ഭഗവാന്റെ യഥാർത്ഥമായ തത്വത്തെ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു കപട നാടകമായിരുന്നില്ലേ ഈ ബ്രാഹ്മണ വിലാപവും കുട്ടികളുടെ മരണവും ഒക്കെ എന്നാണ് മേൽപ്പത്തൂരിലൂടെ പറയുന്നത്. ഭൂയോധദ്വാരവത്യാം ദ്വിജതനയമൃതയം തത്പ്രലാപാനഭിത്വം കോ വാ ദൈവം നിരുന്ധ്യാദിതി കില കഥയൻ വിശ്വവോഢാപ്യസോടാ ജിഷ്ണോർഗർവം വിനേതും ത്വയി മനുജതിയാ കുണ്ഠിതാം ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിധാതും പരമതമപദ പ്രേക്ഷണേനേതി മന്യേ നഷ്ട അഷ്ടാസ്യ പുത്രാ പുനരപി തവ തൂപേക്ഷയാ കഷ്ടവാദ സ്പഷ്ടോ ജാതോ ജനാനാമത തദവസരേ ദ്വാരകാമാരപാർത്ഥ മൈത്രാതത്രോഷിതോസൗ നവമസുതമൃതൗ വിപ്രവര്യപ്രരോദം ശ്രുത്വാ ചക്രേ പ്രതിജ്ഞാമനുബഹൃതസുതാ സന്നിവേക്ഷേ കൃശാനും നഷ്ട അഷ്ട അസ്യ പുത്രാः പുനഃ അപി തവതു ഉപേക്ഷയാ കഷ്ടവാദഃ സ്പഷ്ടഃ ജാതഃ ജനാനാം അത തദവസരേ ദ്വാരകാം ആര പാർത്ഥഃ മൈത്ര തത്ര ഉഷിതഃ അസൗ നവമസുതമൃതൗ വിപ്രവര്യ പ്രരോദം ശ്രുത്വാ ചക്രേ പ്രതിജ്ഞാം അനുബഹൃതസുതഃ സന്നിവേക്ഷ്യേ കൃശാനും നഷ്ട അഷ്ട അസ്യ പുത്രാः. ഈ ബ്രാഹ്മണന് തൻ്റെ 8 പുത്രന്മാരും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പുനഃ അപിച തവത്തു ഉപേക്ഷയാ കഷ്ടവാദഃ സ്പഷ്ടഃ ജാതഃ ജനാനാം. അത് കഴിഞ്ഞിട്ട് ജനങ്ങളെല്ലാം കഷ്ടം, ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ എന്ന് അപവാദം പറഞ്ഞു തുടങ്ങി. തദവസരേ ആ സമയത്ത് ദ്വാരകാം ആര പാർത്ഥഃ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്ന പാർത്ഥൻ അർജുനൻ മൈത്ര തത്ര ഉഷിതഃ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള സ്നേഹബന്ധത്തിൽ അവിടെ താമസിച്ചപ്പോൾ അസൗ ഈ ബ്രാഹ്മണൻ്റെ നവമസുതമൃതവും 9ാമത്തെ പുത്രൻ മരിച്ചു. വിപ്രവര്യ പ്രരോദം അപ്പോഴും ആ ജഡശരീരം കൊണ്ടുവന്ന് വെച്ചിട്ട് കൊട്ടാരത്തിൻ്റെ മുൻപിൽ വന്നിരുന്നിട്ട് ഈ വിപ്രൻ ബ്രാഹ്മണൻ കരയുകയാണ്.
എൻ്റെ 9ാമത്തെ പുത്രനാണ് മരിച്ചത് എന്ന് പറഞ്ഞിരുന്ന് കരയുക. ശ്രുത്വ, ഈ കരച്ചിൽ കേട്ടപ്പോൾ ചക്രേ പ്രതിജ്ഞാം, അർജുനൻ ഒരു പ്രതിജ്ഞ ചെയ്തു. അനുപഹൃതസുതഃ, ഞാൻ അങ്ങയുടെ പുത്രനെ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ സന്നിവേക്ഷ്യേ കൃശാനും, അഗ്നിയിൽ സന്നിവേശിക്കും, അല്ലെങ്കിൽ അഗ്നിയിൽ പ്രവേശിക്കും എന്നുള്ള ശപഥം പ്രതിജ്ഞ ചെയ്തു. 8 പുത്രന്മാരും നഷ്ടപ്പെട്ട ഈ ബ്രാഹ്മണൻ 9ാമത്തെ പുത്രൻ മരണപ്പെട്ടപ്പോൾ ആ കുട്ടിയുടെ ജഡവുമായി വന്നിരുന്ന് ദ്വാരകാപുരിയുടെ കൊട്ടാരവാതിൽക്കൽ ഇരുന്നിട്ട് ഉറക്കെ വിലപിക്കുകയാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമെല്ലാം പല തരത്തിലുള്ള അപവാദങ്ങളുമൊക്കെ പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നിട്ടും ഇതൊന്നും തടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആളുകളൊക്കെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. ആ സമയത്താണ് അർജുനൻ ഭഗവാനോടുള്ള സ്നേഹബന്ധം നിമിത്തം ദ്വാരകയിൽ വന്ന് കുറച്ച് ദിവസം താമസിച്ചത്. അപ്പോഴാണ് ഈ ബ്രാഹ്മണൻ്റെ 9ാമത്തെ പുത്രൻ മരിച്ചതും ആ ജഡം കൊണ്ടുവന്ന് കൊട്ടാരവാതിൽക്കൽ വെച്ച് ഇരുന്നു കൊണ്ട് വിലപിക്കുന്നതും എല്ലാം. ഇത് കേട്ടപ്പോൾ അർജുനൻ എന്തെന്നില്ലാത്ത അത്ഭുതം തോന്നി. കാരണം ഇവിടെ എന്തിനും പോന്നവരായ ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും പ്രദ്യുമ്നനും അനിരുദ്ധനുമൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെയൊന്ന് സംഭവിച്ചുവല്ലോ എന്നുള്ള ചിന്തയോടുകൂടി, എന്നാൽ ഞാനിതിപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണനോട് ചെന്ന് പറയുകയാണ്, അങ്ങയ്ക്ക് അടുത്ത പുത്രനുണ്ടാകുന്ന സമയത്ത് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, ഞാൻ അങ്ങയുടെ പുത്രനെ ജീവനോടെ തരാൻ സാധിച്ചില്ലെങ്കിൽ അഗ്നിയിൽ പ്രവേശിച്ച് ജീവത്യാഗം ചെയ്യും എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തു എന്നാണ് പറയുന്നത്. നഷ്ടാ അഷ്ടാസ്യ പുത്ര പുനരപി തവതു പേക്ഷയാ കഷ്ടവാദ സ്പഷ്ടോ ജാതോ ജനാനാമത തദവസരേ ദ്വാരകാമാരപാർത്ഥ മൈത്ര്യാതത്രോഷിതോസൗ നവമസുതവൃതൗ വിപ്രവര്യപ്രരോദം ശ്രുത്വാ ചക്രേ പ്രതിജ്ഞാമനുപഹൃതസുത സന്നിവേക്ഷ്യേ കൃശാനും മാനീ സത്വാമപൃഷ്ട്വാദിജ നിലേഖ്യതോ ബാണജാലൈർമഹാസ്ത്രൈ രുന്ധാന സൂതിഗേഹം പുനരപി സഹസാ ദൃഷ്ടനഷ്ടേ കുമാരേ യാമ്യാം ഐന്ദ്രീം തദാന്യാ സുരവരനഗരീർവിദ്യയാ സാധ്യസദ്യോ മോഖോദ്യോഗപതിഷ്യൻ ഹുതഭുജി ഭവദാ സസ്മിതം വാരിദോഭൂത് മാനീ സഹ ത്വാം അപൃഷ്ട്വാ ദ്വിജനിലേഗതഃ ബാണജാലൈഃ മഹാസ്ത്രൈഃ രുന്ധാനഃ സൂതിഗേഹം പുനഃ അഭിസഹസാ ദൃഷ്ടനഷ്ടേ കുമാരേ യാമ്യാം ഐന്ദ്രീം തഥാ അന്യാഃ സുരവരനഗരീഃ വിദ്യയാ ആസാദ്യ സദ്യഃ മോഖോദ്യോഗഃ പതിഷ്യൻ ഹുതഭുജി ഭവദാ സസ്മിതം വാരിതഃ അഭൂത്. മാനീസഹ, വളരെ അഭിമാനിയായ ഈ അർജുനൻ, ത്വാം അപൃഷ്ട്വാ, തൻ്റെ സന്തത സഹചാരിയായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് പോലും ചോദിക്കാതെ ദ്വിജനിലേഗതഃ, ആ ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ബാണജാലൈഃ മഹാസ്ത്രൈഃ രുന്ധാനഃ സൂതിഗേഹം, തൻ്റെ അസ്ത്രശേഖരങ്ങളെ കൊണ്ട് ആ സൂതിഗേഹത്തിൽ ഒരു ശരപഞ്ചരം തന്നെ തീർത്തു. അത് കഴിഞ്ഞിട്ട് പുനഃ അഭിസഹസ, പെട്ടെന്ന് പുത്രൻ ജനിച്ചപ്പോഴോ ദൃഷ്ടനഷ്ടേ കുമാരേ, കുട്ടിയുടെ കരച്ചിൽ കേട്ടു, പക്ഷേ പിന്നീട് നോക്കിയപ്പോൾ കുട്ടിയുടെ ശരീരം പോലും കാണുന്നില്ല. മുൻപെല്ലാം കുട്ടി മരിക്കുമ്പോൾ ശരീരമെങ്കിലും ഉണ്ടായിരുന്നു കെട്ടിപ്പിടിച്ച് വിലപിക്കാൻ. അതുകൊണ്ട് കൊട്ടാരവാതിൽക്കൽ ചെന്നിട്ട് ഓരോന്ന് പറഞ്ഞ് കരയാനൊക്കെ ഈ ബ്രാഹ്മണൻ ആ കുട്ടിയുടെ മൃതശരീരമെങ്കിലും ലഭിച്ചിരുന്നു. ഇത്തവണ അതും ലഭിച്ചില്ല.
അപ്പോൾ അർജുനൻ എന്താ ചെയ്തത്? യാമ്യാം ഐന്ദ്രിയം തഥാന്യ സുരവരനഗരീഹി വിദ്യയ ആസാദ്യ. യമൻ്റെയും ഇന്ദ്രൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള ദേവശ്രേഷ്ഠന്മാരുടെയും ഒക്കെ സ്ഥാനത്തിലേക്ക് വിദ്യയ ആസാദ്യ സദ്യ, തൻ്റെ യോഗൈശ്വര്യം കൊണ്ട് അർജുനൻ അവിടെയെല്ലാം ചെന്നെത്തി, എല്ലായിടത്തും ചെന്ന് അന്വേഷിച്ചു. അവസാനം കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മോഘ ഉദ്യോഗ, വ്യർത്ഥമായ ആ പ്രയത്നത്തോടുകൂടി അർജുനൻ തിരികെ വന്ന് പതിഷ്യൻ ഹുതഭുജി, അഗ്നിയിൽ പ്രവേശിക്കാനായിട്ട് ഒരുമ്പെടുകയാണ് അർജുനൻ. അപ്പോൾ ഭവത, ഗുരുവായൂരപ്പനാൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനാൽ സസ്മിതം വാരിദ അഭൂത്, ഒരു പുഞ്ചിരിയോടുകൂടി ഭഗവാൻ അർജുനനെ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. വളരെ അഭിമാനിയായ അർജുനൻ, തൻ്റെ കയ്യിലുള്ള ഗാണ്ഡീവത്തിൽ എന്തെന്നില്ലാത്ത ദുരഭിമാനമുണ്ടായിരുന്ന അർജുനൻ, ഈ ബ്രാഹ്മണൻ വന്ന് തൻ്റെ 10ാമത്തെ പുത്രൻ പിറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാനോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ ആ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിലേക്ക് ചെന്ന് അവിടെ സൂതിഗൃഹത്തിനൊരു ശരപഞ്ചരം തന്നെ തീർത്തു. അതിൻ്റെ ഉള്ളിലേക്കോ പുറത്തേക്കോ ആർക്കും, ഒരു പ്രാണിക്ക് പോലും കിടക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ശരപഞ്ചരം തീർത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണ പത്നി പ്രസവിച്ചു. ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. പിന്നീട് നോക്കിയപ്പോൾ ആ കുട്ടിയെ കാണാനേയില്ല. മുൻപെല്ലാം ഇതുപോലെ കുട്ടി മരിക്കുമ്പോൾ ആ മൃതശരീരം ബ്രാഹ്മണന് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ അതും കിട്ടിയില്ല. ആ സമയത്ത് ഈ ബ്രാഹ്മണൻ അർജുനനെ കണക്കറ്റ് അധിക്ഷേപിക്കുന്നുമുണ്ട്. അവിടെ ശ്രീകൃഷ്ണനും ബലരാമനും പ്രദ്യുമ്നും അനിരുദ്ധനും ഒക്കെ ഉണ്ടായിട്ട് അവരോട് ആരോടും ഞാൻ ചെന്ന് പറയാതെ ഈ വിഡ്ഢിയോടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇയാളുടെ കയ്യിൽ ഏതോ ഒരു സാധനം, ഗാണ്ഡീവം എന്ന് പേരെ ഒരു സാധനം ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ടല്ലേ ഇത്ര വലിയ വാക്കുകളൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞ് ധാരാളം അർജുനനെ പരിഹസിക്കുന്നുമുണ്ട്. അർജുനാണെങ്കിൽ അപ്പോൾ യാമ്യാം ഐന്ദ്രിയം തഥാന്യ സുരവര നഗരീഹി, യമൻ്റെയും ഇന്ദ്രൻ്റെയും മറ്റുള്ള ദേവശ്രേഷ്ഠരുടെയും ഒക്കെ പുരിയിലേക്ക് തൻ്റെ യോഗവിദ്യ ഉപയോഗിച്ച് അവിടെ ചെന്ന അർജുനൻ ആ ശ്രമം പാഴായി എന്ന് മനസ്സിലായി. കുട്ടിയെ തിരിച്ചു കിട്ടാതായപ്പോൾ അദ്ദേഹം തിരികെ വന്നിട്ട് ചിത കൂട്ടി അഗ്നിയിലേക്ക് ചാടാൻ ഒരുങ്ങിയപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി വന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നാണ് പറയുന്നത്. മാനീ സത്വാമപൃഷ്ട്വാ ദ്വിജനിലയഗതോ ബാണജാലൈർമഹാസ്ത്രൈ രുന്ധാന സൂതിഗേഹം പുനരപി സഹസാ ദൃഷ്ടനഷ്ടേ കുമാരേ യാമ്യാമൈന്ദ്രീം തഥാന്യാസുരവരനഗരീർവിദ്യയാ സാധ്യസദ്യോ മോഖോദ്യോഗപദിഷ്യൻ ഹുതഭുജി ഭവദാ സസ്മിതം വാരിദോഭൂത്. സാർദ്ധം തേന പ്രതീജിം ദിശമതിജവിനാസ്യന്തനേനാഭിയാതോ ലോകാലോകം വ്യതീതസ്തിമിരഭരമധോ ചക്രധാംനാ നിരുന്ധൻ ചക്രാം ശുക്ലിഷ്ടദൃഷ്ടിം സ്ഥിതമദവിജയം പശ്യ പശ്യേതി വാരാം പാരേ ത്വം പ്രാദദർശ കിമഭി തമസാം ദൂരദൂരം പദം തേ. സാർദ്ധം തേന പ്രതീജീം ദിശം അതിജവിനാസ്യന്തനേന അഭിയാതഃ ലോകാലോകം വ്യതീതഃ തിമിരഭരം അഥ ചക്രധാംന നിരുന്ധൻ ചക്രാംശു ക്ലിഷ്ടദൃഷ്ടിം സ്ഥിതം അഥ വിജയം പശ്യ പശ്യ ഇതി വാരാം പാരേ ത്വം പ്രാദദർശ കിമഭി തമസാം ദൂരദൂരം പദം തേ. സാർദ്ധം തേന, ആ അർജുനനോട് ചേർന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രതീജീം ദിശം, പടിഞ്ഞാറ് ദിക്കിലേക്ക് അതിജവിന, വളരെയധികം വേഗതയുള്ള സ്യന്തനേന അഭിയാതഃ, ഒരു രഥത്തിൽ കയറി രണ്ടുപേരും കൂടി പോയി. ലോകാലോകം വ്യതീതഃ,
അവിടെ ചക്രവാളവും കടന്ന് തിമിരഭരം അധഹ ചക്രധാംന നിരുന്തൻ. പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ ഇരുട്ടിനെല്ലാം ദൂരീകരിച്ചു. ചക്രാംശു ക്ലിഷ്ടദൃഷ്ടിം സ്ഥിതം അഥ വിജയം. ഈ സുദർശന ചക്രത്തിൻ്റെ ഉഗ്രമായ തേജസ് കണ്ടപ്പോൾ കണ്ണ് കാണാൻ പറ്റാതായി നിന്ന ആ വിജയനോട് പശ്യ പശ്യ, കണ്ടാലും കണ്ടാലും അർജുന എന്ന് പറഞ്ഞിട്ട് വാരാം പാരേ ത്വം പ്രാതദർശ, ആ സപ്തസിന്ധുക്കൾക്കും അപ്പുറത്തായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തു. കിമഭി തമസാം ദൂരദൂരം പദം തേ, തമോ ഗുണത്തിന് അല്പം പോലും സാന്നിധ്യം ഇല്ലാത്തതായ ആ സാക്ഷാൽ വൈകുണ്ഠ പദത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ബ്രാഹ്മണൻ്റെ വീട്ടിൽ ചെന്ന് കുട്ടിയെ രക്ഷിക്കാനായിട്ട് ഉദ്യമിച്ച അർജുനൻ ആ ശ്രമത്തിൽ പരാജയപ്പെട്ട് അഗ്നിപ്രവേശം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ചെന്ന് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അർജുനനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഒരു രഥത്തിൽ കയറ്റി നേരെ പടിഞ്ഞോട്ട് വളരെയധികം വേഗതയുള്ള ഒരു രഥത്തിൽ കയറ്റി കൊണ്ടുപോയി. ചക്രവാളവും എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കരമായ ഇരുട്ട് വ്യാപിച്ചപ്പോൾ ആ ഇരുട്ടിനെയെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് അതിൻ്റെ തേജസ് കൊണ്ട് ദൂരീകരിച്ചു. ആ ചക്രത്തിൻ്റെ ഉഗ്രമായ തേജസ് കണ്ടപ്പോൾ കണ്ണിനെ കാണാൻ പറ്റാത്ത രീതിയിലായ അർജുനനോട് ഭഗവാൻ നോക്ക് നോക്ക് എന്ന് പറഞ്ഞ് ഈ 7 സാഗരങ്ങൾക്കും അപ്പുറം തമോ ഗുണത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്തതായ സാക്ഷാൽ വൈകുണ്ഠത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അർജുനൻ്റെ എല്ലാ അഹങ്കാരങ്ങളും നശിച്ചപ്പോൾ തൻ്റെ കയ്യിലുള്ള ഗാണ്ഡീവത്തെ ഓർത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ദുരഭിമാനം എല്ലാം നശിച്ച് അപ്പോഴാണ് ഭഗവാൻ തൻ്റെ സഹായഹസ്തവുമായിട്ട് അവിടെ ചെല്ലുന്നത്. ആ അർജുനനെ ഒരു രഥത്തിൽ കയറ്റി വളരെയധികം വേഗതയിൽ പടിഞ്ഞാറ് ദിക്കിലേക്ക് യാത്ര ചെയ്ത് ചക്രവാളവും കടന്ന് സപ്തസിന്ധുക്കളും കടന്ന് അതിനപ്പുറം തമോ ഗുണത്തിൻ്റെ സ്പർശം പോലും ഏൽക്കാത്തതായ ആ വൈകുണ്ഠ പദത്തെ അർജുനന് കാണിച്ചു കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സാർദ്ധം തേന പ്രതീജിം ദിശമതിജവിനാസ്യന്തനേനാഭിയാദോ ലോകാലോകം വ്യതീതസ്തിമിരഭരമതോ ചക്രധാംനാ നിരുന്ധൻ ചക്രാംശു ക്ലിഷ്ടദൃഷ്ടിം സ്ഥിതമഥ വിജയം പശ്യ പശ്യേതി വാരാം പാരേ ത്വം പ്രാതദർശ കിമഭി തമസാം ദൂരദൂരം പദം തേ തത്രാസീനം ഭുജംഗാധിപശയനതലേ ദിവ്യഭൂഷായുധാദ്യൈ ആവീതം പീതചേലം പ്രതിനവജലദശ്യാമളം ശ്രീമദംഗം മൂർത്തീനാമീശിതാരം പരമിഹ തിസൃണാമേകമർത്ഥം ശ്രുതീനാം ത്വമേവ ത്വം പരാത്മൻ പ്രിയസഖസഹിതോ നേമിഥ ക്ഷേമരൂപം. തത്ര ആസീനം ഭുജംഗാധിപ ശയനതലേ ദിവ്യഭൂഷ ആയുധ ആദ്യൈഃ ആവീതം പീതചേലം പ്രതിനവജലദശ്യാമളം ശ്രീമദംഗം മൂർത്തീനാം ഈശിതാരം പരം ഇഹ തിസൃണാം ഏകമർത്ഥം ശ്രുതീനാം ത്വമേവ ത്വം പരാത്മൻ പ്രിയസഖസഹിതഃ നേമിഥ ക്ഷേമരൂപം. ആ വൈകുണ്ഠ പദത്തിലേക്ക് എത്തിച്ചേർന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്ന ഭഗവാന്റെ രൂപമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തത്ര ആസീനം ഭുജംഗാധിപശയനതലേ, അവിടെ വൈകുണ്ഠത്തിലെ ശേഷനാഗത്തിൻ്റെ മുകളിലായിട്ട് ശയിക്കുന്ന ഭഗവാനെയാണ്
വിഷ്ണു ഭഗവാനെയാണ് ഇവിടെ അർജുനൻ കാണുന്നത്. ദിവ്യഭൂഷ ആയുധാദ്യേഹി, ദിവ്യങ്ങളായ ആഭരണങ്ങളും ആയുധങ്ങളും ഒക്കെ അണിഞ്ഞിട്ടുള്ള ആ വിഷ്ണു രൂപം. ആവീതം പീതചേലം, മഞ്ഞപ്പട്ട് ചാർത്തിയവനും. പ്രതിനവജലത ശ്യാമളം ശ്രീമദംഗം, പുതിയ കാർമേഘത്തിൻ്റെ നിറം പോലെ കറുപ്പ് നിറം ഉള്ളവനും. ശ്രീമദ് അംഗം, ലക്ഷ്മീദേവി കളിയാടുന്നതുമായ ഭഗവാന്റെ ഉടലോടുകൂടിയും ഇരിക്കുന്ന ആ വിഷ്ണുവിനെയാണ് അർജുനൻ കാണുന്നത്. മൂർത്തീനാം ഈശിതാരം പരം ഇഹ തിസൃണാം, ത്രിമൂർത്തികളെയും നിയന്ത്രിക്കുന്നവനായ ആ വിഷ്ണു ഭഗവാൻ. ഏകമർത്ഥം ശ്രുതീനാം, ശ്രുതികളുടെ എല്ലാം ഒരേ ഒരു അർത്ഥവും ആയിരിക്കുന്ന വിഷ്ണു ഭഗവാൻ. ക്ഷേമരൂപം, മോക്ഷം നൽകുന്നവനുമായ അല്ലെങ്കിൽ മോക്ഷത്തിൻ്റെ സ്ഥാനവുമായിരിക്കുന്ന ആ വിഷ്ണു ഭഗവാനെ തന്നെയാണ് ത്വാമേവ, ആ ഭഗവാനെ തന്നെയാണ് ത്വം അങ്ങ് പ്രിയസഖസഹിത നിയമിത. അവിടെ ചെന്ന് ആ കൂട്ടുകാരനോടൊപ്പം ആ വിഷ്ണു രൂപത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോടൊപ്പം നമസ്കരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ച് അവിടെ കണ്ട ആ വിഷ്ണു രൂപത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അവിടെ ശേഷശായിയായി കിടക്കുന്ന വിഷ്ണു ഭഗവാൻ ദിവ്യങ്ങളായ ഭൂഷണങ്ങളും ആയുധങ്ങളും ഒക്കെ അണിഞ്ഞിട്ട് മഞ്ഞപ്പെട്ട് ചാർത്തി പുതിയ കാർമേഘത്തിൻ്റെ വർണ്ണത്തോടു കൂടിയിരുന്ന തിരുവുടലോട് കൂടിയവനും ലക്ഷ്മീദേവി കളിയാടുന്നവനും ത്രിമൂർത്തികളുടെയും അധിപനും ശ്രുതികളുടെ എല്ലാം ഒരേ ഒരു അർത്ഥവും മോക്ഷപദവും തന്നെയായിരിക്കുന്ന ആ വിഷ്ണു ഭഗവാനെ ശ്രീകൃഷ്ണനും അർജുനനും ചേർന്ന് നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. തത്രാസീനം ഭുജംഗാധിപശയനതലേ ദിവ്യഭൂഷായുധാദ്യൈ ആവീതം പേദചേലം പ്രതിനവജലത ശ്യാമളം ശ്രീമദംഗം മൂർത്തീനാമീശിതാരം പരമിഹ തിസൃണാമേകമർത്ഥം ശ്രുതീനാം ത്വമേവ ത്വം പരാത്മൻ പ്രിയസഖസഖിതോ നേമിത ക്ഷേമരൂപം. യുവാം മാമേവ ദ്വാവധിക വിവൃതാന്തർഹിതതയാ വിഭിന്നൗ സംദ്രഷ്ടും സ്വയമഹമഹർഷം ദ്വിജസുതാൻ നയേദം ദ്രാഗേതാൻ ഇതി ഖലു വിതീർണാൻ പുനരമൂൻ ദ്വിജായാദായാദാ പ്രണുതമഹിമാ പാണ്ഡുജനുഷാ. യുവാം മാമേവ ദ്വൗ അധിക വിവൃത അന്തർഹിതതയാ വിഭിന്നൗ സംദ്രഷ്ടും സ്വയം അഹം അഹർഷം ദ്വിജസുതാൻ നയേദം ദ്രാഗ് ഏതാൻ ഇതി ഖലു വിതീർണാൻ പുനഃ അമൂൻ ദ്വിജായ ആദായ ആദാഹ പ്രണുതമഹിമാ പാണ്ഡുജനുഷാ. യുവാം മാമേവ ദ്വൗ, ആ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനെയും അർജുനനെയും നോക്കി പറയുകയാണ്, ഞാൻ തന്നെയായിരിക്കുന്ന നിങ്ങൾ രണ്ടുപേരെ കാണുന്നതിന് വേണ്ടിയാണ്, സന്ത്രഷ്ടും കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ബ്രാഹ്മണപുത്രന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഞാൻ തന്നെ ആയിരിക്കുന്ന നിങ്ങൾ രണ്ടുപേർ എങ്ങനെ വ്യത്യസ്തരായിരിക്കുന്നു എന്നുകൂടി ഇവിടെ പറയുന്ന അധിക വിവൃതാന്തർഹിതതയാ വിഭിന്നവും. ഒരാൾ ഈശ്വരത്വത്തെ വെളിവാക്കുന്ന ഗുണങ്ങളോട് കൂടിയവനും മറ്റേയാൾ ഈശ്വരത്വം ഉപാധി കൊണ്ട് മറിയപ്പെട്ട ഒരു മനുഷ്യഭാവത്തിലുള്ളയാളും എന്ന രീതിയിൽ വ്യത്യസ്തരായ നിങ്ങൾ രണ്ടുപേരെയും ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ ബ്രാഹ്മണപുത്രന്മാരെ ഇങ്ങോട്ടേക്ക് അപഹരിച്ചു കൊണ്ടുപോകുന്നത്. ദ്വിജസുതാൻ നയേദം ദ്രാഗേതാൻ, ആ ദ്വിജപുത്രന്മാരെയൊക്കെ ദാ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ. ഇതി ഖലു വിതീർണാൻ,
ഇപ്രകാരം പറഞ്ഞ് ആ കുട്ടികളെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും അർജുനൻ്റെയും ഒപ്പം തിരികെ അയച്ചു. പിന്നെ അമൂൻ ഈ കുട്ടികളെ ദ്വിജായ ആദായ ആദാഹ, ആ കുട്ടികളെ സ്വീകരിച്ചിട്ട് ദ്വിജായ ആദാഹ, ദ്വിജന് ബ്രാഹ്മണന് കൊണ്ടത് കൊടുത്തു. പ്രണുതമഹിമ പാണ്ഡുജനുഷ, ഈ കുട്ടികളെയൊക്കെ തിരിച്ചു കിട്ടിയപ്പോൾ ആ ബ്രാഹ്മണന് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായിട്ട് അർജുനനെ വളരെയധികം പുകഴ്ത്തി പറഞ്ഞു. അപ്പോൾ വൈകുണ്ഠവാസിയായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ തൻ്റെ തന്നെ അവതാര സ്വരൂപങ്ങളായിരിക്കുന്ന ശ്രീകൃഷ്ണനെയും അർജുനനെയും, അവർ ഈശ്വരത്വം വെളിവാക്കുന്നതും ഈശ്വരത്വം മറഞ്ഞിരിക്കുന്നതുമായ രണ്ട് രൂപങ്ങളാണ്. അങ്ങനെയുള്ള രണ്ട് രൂപങ്ങളെ കാണുന്നതിന് ആഗ്രഹമുണ്ടായിട്ടാണ് ഈ ബ്രാഹ്മണപുത്രന്മാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞു, ഇനി ഈ കുട്ടികളെ കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാൻ ഈ കുട്ടികളെ നൽകിയപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടി ആ കുട്ടികളെയൊക്കെ അവിടെ നിന്ന് തിരികെ കൊണ്ടുവന്ന് ഈ ബ്രാഹ്മണനെ കൊടുത്തു. കുട്ടികളെല്ലാം തിരികെ കിട്ടിയ ബ്രാഹ്മണൻ എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി ഈ അർജുനനെ വല്ലാതെ അങ്ങ് സ്തുതിച്ചു. മുൻപ് ഈ 10ാമത്തെ കുട്ടിയെ നഷ്ടപ്പെട്ടപ്പോൾ അർജുനനെ പറയാത്ത മോശം വാക്കുകളൊന്നും ഇല്ലായിരുന്നു ഈ ബ്രാഹ്മണന്. എന്നാൽ ഇപ്പോൾ കുട്ടികളെയൊക്കെ തിരികെ കിട്ടിയപ്പോൾ ആ ബ്രാഹ്മണന് സന്തോഷാതിരേകത്താൽ വളരെയധികം അർജുനനെ പുകഴ്ത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. യുവ മാമേവദ്വാവധിക വിവൃതാന്തർഹിതതയാ വിഭിന്നൗ സന്ത്രഷ്ടും സ്വയമഹമഹർഷം ദ്വിജസുതാൻ നയേദം ദ്രാഗേതാനിധി ഖലു വിതീർണാൻ പുനരമൂൻ ദ്വിജായാദായാദാ പ്രണുതമഹിമാ പാണ്ഡുജനുഷ ഏവം നാനാവിഹാരൈർജഗദഭിരമയൻ വൃഷ്ണിവംശം പ്രപുഷ്ണൻ ഈജാനോ യജ്ഞഭേദൈരതുലവിഹൃതിഭിः പ്രീണയൻ ഏണനേത്രാः ഭൂഭാരക്ഷേപദമ്പാത് പദകമലജുഷാം മോക്ഷണായാവതീർണാ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് യദുഷു മനുജതാരൂഷിതസ്ത്വം വെലാസി. ഏവം നാനാവിഹാരൈഃ ജഗത് അഭിരമയൻ വൃഷ്ണിവംശം പ്രപുഷ്ണൻ ഈജാനഃ യജ്ഞഭേദൈഃ അതുലവിഹൃതിഭിः പ്രീണയൻ ഏണനേത്രാः ഭൂഭാരക്ഷേപദമ്പാത് പദകമലജുഷാം മോക്ഷണായ അവതീർണഃ പൂർണ്ണം ബ്രഹ്മ ഏവ സാക്ഷാത് യദുഷു മനുജതാ രൂഷിതഃ ത്വം വെലാസി. ഏവം ഇപ്രകാരം നാനാവിഹാരൈഹി അനേകം ലീലകളാൽ ജഗത് അഭിരമയൻ ലോകത്തെ എമ്പാടും ആനന്ദിപ്പിച്ച് വൃഷ്ണിവംശം പ്രപുഷ്ണൻ യാദവകുലത്തെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടും ഈജാനഹ യജ്ഞഭേദൈഹി അതുലവിഹൃതിഭിः പല യാഗങ്ങളും ഒക്കെ അനുഷ്ഠിച്ചിട്ട് അതുലവിഹൃതിഭിः കിടയറ്റ ലീലകളാൽ പ്രീണയൻ ഏണനേത്രാഹ മാൻകണ്ണിമാരായ പത്നിമാരെയൊക്കെ വളരെയധികം സന്തോഷിപ്പിച്ചു ഭഗവാൻ. ഭൂഭാരക്ഷേപദമ്പാത് പദകമലജുഷാം മോക്ഷണായ അവതീർണഃ ഭൂമിക്ക് ഭാരമായി തീർന്ന ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്നുള്ള അവതാരോദ്ദേശത്തോടുകൂടി തൻ്റെ പാതാരബിന്ദങ്ങളെ ആശ്രയിച്ചവർക്ക് മോക്ഷം നൽകാൻ വേണ്ടി അവതരിച്ച പൂർണ്ണ ബ്രഹ്മ ഏവ സാക്ഷാത് പൂർണ്ണമായ ബ്രഹ്മം തന്നെയാകുന്ന അവിടുന്ന് ഇപ്രകാരമുള്ള ലീലകളെയൊക്കെ കൊണ്ട് എല്ലാവരെയും ആനന്ദിപ്പിച്ചു. എന്നിട്ട് യദുഷു മനുജത രൂഷിതസ്ത്വം വെലാസി ആ യാദവന്മാരുടെ കുലത്തിൽ മനുഷ്യൻ ആണ് എന്നുള്ള ഭാവേന സാക്ഷാത് വെലാസി പ്രത്യക്ഷമായി തന്നെ മിന്നി തിളങ്ങി. ഭഗവത്ഗീതയിൽ പറഞ്ഞ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ.
ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സാധുജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ ഇല്ലായ്മ ചെയ്യുന്നതിനുമായി യുഗം തോറും ഞാൻ അവതരിക്കും എന്ന വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇവിടെ ഭൂമിക്ക് ഭാരമായിരിക്കുന്ന രാജാക്കന്മാരെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാനായി അവതാരമെടുത്ത ഈ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ വിവിധങ്ങളായ ലീലകളെ കൊണ്ട് എല്ലാ ഭക്തരെയും ആനന്ദിപ്പിക്കുകയും ദുഷ്ടന്മാരെയൊക്കെ അമർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ട് യാദവകുലത്തിൽ പ്രത്യക്ഷ ഈശ്വരനായി തന്നെ മിന്നിത്തിളങ്ങി എന്നാണ് പറയുന്നത്. ഏവം നാനാവിഹാരേർ ജഗതഭിരമയൻ വൃഷ്ണിവംശം പ്രപുഷ്ണൻ ഈജാനോ യജ്ഞഭേദൈരതുല വിഹൃതിഭി പ്രീണയൻ ഏണനേത്രാ ഭൂഭാരക്ഷേപദം ബാത്പദകമലജുഷാ മോക്ഷണായാവതീർണ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് യദുഷു മനുജതാരൂഷിതസ്ത്വം വരാസി പ്രായേണ ദ്വാരവത്യാമവൃതൈതദാ നാരദസ്ത്വദ്രസാർദ്ര തസ്മാത് ലേഭേ കഥാചിത് ഖലു സുഹൃതനിധി ത്വത്പിതാ തത്വബോധം ഭക്താനാമഗ്രയായി സജഖലു മതിമാൻ ഉദ്ധവസ്ത്വത്ത ഏവ പ്രാപ്തോ വിജ്ഞാനസാരം സകില ജനഹിതായാധുനാസ്തേ ബദര്യാം പ്രായേണ ദ്വാരവത്യാം അവൃതത് ഐ തദാ നാരദഃ ത്വദ്രസാർദ്രഃ തസ്മാത് ലേഭേ കഥാചിത് ഖലു സുഹൃതനിധിഃ ത്വത്പിതാ തത്വബോധം ഭക്താനാം അഗ്രയായി സഹ ച ഖലു മതിമാൻ ഉദ്ധവഃ ത്വത്ത ഏവ പ്രാപ്തഃ വിജ്ഞാനസാരം സഹ കില ജനഹിതായ അധുനാ ആസ്തേ ബദര്യാം പ്രായേണ ദ്വാരവത്യാം അവൃതത് മിക്കവാറും ദ്വാരകാപുരിയിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. ആര്? നാരദമുനി ത്വത് രസാർദ്ര ഭഗവാനിൽ വളരെയധികം ഭക്തിയുള്ളവനായിട്ട് ഈ നാരദമുനി മിക്കവാറും ദ്വാരകയിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. തസ്മാത് ലേഭേ കഥാചിത് ഖലു സുഹൃതനിധി ത്വത്പിതാ തത്വബോധം തസ്മാത് അയാളിൽ നിന്ന് ലേഭേ നേടി എന്ത് നേടി? കഥാചിത് ഖലു സുഹൃതനിധി ത്വത്പിതാ തത്വബോധം സുഹൃതനിധിയായിരിക്കുന്ന വസുദേവർ ത്വത്പിതാ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവായ വസുദേവർ ആ ഭക്തോത്തമനായ നാരദ മുനിയിൽ നിന്ന് തത്വബോധം നേടി. അതുപോലെ തന്നെ ഭക്താനാം അഗ്രയായി സഹ ച ഖലു മതിമാൻ ഉദ്ധവഃ ഭക്തന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ആ ഉദ്ധവരും ബുദ്ധിമാനായ ഉദ്ധവരും ത്വത്തയേവ പ്രാപ്തഃ വിജ്ഞാനസാരം അങ്ങയിൽ നിന്ന് തന്നെ ഈ വിജ്ഞാനത്തെ നേടുവാനുള്ള അവസരം ലഭിച്ച ഒരു ഭാഗ്യശാലിയായിരുന്നു ഉദ്ധവർ. സഹ കില ജനഹിതായ അധുന ആസ്തേ ബദര്യാം അയാൾ ഈ ഉദ്ധവർ ഇപ്പോഴും ജനക്ഷേമത്തിനായിക്കൊണ്ട് ബദര്യാശ്രമത്തിൽ വസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഭഗവാൻ ദ്വാരകയിൽ ഉള്ളത് കാരണം ഭഗവാനിൽ ഭക്തിയുള്ള നാരദരാവട്ടെ മിക്കവാറും ദ്വാരകയിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ പലപ്പോഴും നാരദമുനിയെ കണ്ടപ്പോൾ വസുദേവർക്ക് മനസ്സിലുണ്ടായ ഒരു ചോദ്യമാണ് ഈ മനുഷ്യജീവിതത്തിൽ ശ്രേഷ്ഠത ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് നാരദരോട് ചോദിക്കുകയുണ്ടായി. നാരദർ പൊട്ടിച്ചിരിച്ചു പോയി ആ ചോദ്യം കേട്ടിട്ട്. കാരണം ഭഗവാനെ പുത്രനായി ലഭിച്ച ഈ വസുദേവർക്ക് പോലും ഈശ്വരീയമായ മായയിൽ നിന്ന് മുക്തനാവാൻ കഴിയില്ലല്ലോ എന്നോർത്താണ് നാരദർ ചിരിച്ചത്. എങ്കിലും ഭഗവാന്റെ പിതാവായതുകൊണ്ട് ആ ചോദ്യത്തെ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നവയോഗി നിമി സംവാദത്തെക്കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞുകൊടുത്ത് തത്വബോധം എല്ലാം നൽകി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഭക്തോത്തമനായിരുന്ന ബുദ്ധിമാനായ ഉദ്ധവർക്കും ഭഗവാൻ
തത്വോപദേശം നൽകി അനുഗ്രഹിച്ചു. ആ ഉദ്ധവർ ഇപ്പോഴും ബദര്യാശ്രമത്തിൽ വസിക്കുന്നു എന്നാണ് സങ്കല്പം എന്നുകൂടി ഈ ശ്ലോകത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. പ്രായേണ ദ്വാരവത്യാം അവൃതദൈതദാ നാരദസ്തോദ്രസാർദ്ര തസ്മാത് ലേപേ കഥാചിത് ഖലു സുഹൃതനിധി ത്വത്പിതാ തത്വബോധം ഭക്താനാമഗ്രയായി സജകലു മതിമാനുദ്ധവസ്ത്വത്ത ഏവ പ്രാപ്തോ വിജ്ഞാനസാരം സകില ജനഹിതായാധുനാസ്തേ ബദര്യാം. സോയം കൃഷ്ണാവതാരോ ജേതി തവ വിഭോ യത്ര സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷാനുരാഗ പ്രഭൃതിഭിരതുലൈരാശ്രമൈർയോഗഭേദൈഃ ആർത്തിം തീർത്വാ സമസ്താമൃതപദമഗുഃ സർവതഃ സർവലോകാഃ സത്വം വിശ്വാർത്തിശാന്ത്यै പവനപുരപതേ ഭക്തിപൂർത്യൈ ച ഭൂയാഃ. സഹ അയം കൃഷ്ണാവതാരഃ ജയതി തവ വിഭോ യത്ര സൗഹാർദ്ദ ഭീതി സ്നേഹ ദ്വേഷ അനുരാഗ പ്രഭൃതിഭിഃ അതുലൈഃ ആശ്രമൈഃ യോഗഭേദൈഃ ആർത്തിം തീർത്വാ സമസ്താം അമൃതപദമഗുഃ സർവതഃ സർവലോകാഃ സഹ ത്വം വിശ്വാർത്തിശാന്ത്यै പവനപുരപതേ ഭക്തിപൂർത്യൈ ച ഭൂയാഃ. സഹ അയം കൃഷ്ണാവതാരഃ ജയതി, അങ്ങയുടെ ഈ കൃഷ്ണാവതാരം വിജയിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ എത്ര സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷാനുരാഗ പ്രഭൃതിഭിൽ അതുരൈ ആശ്രമയോഗഭേദൈഃ. ഓരോരോ ജനങ്ങളും ഏതേത് പ്രകാരത്തിലാണ് ഭഗവാനെ പ്രാപിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. ചിലർക്ക് സൗഹാർദ്ദമായിരുന്നു, ചിലർക്ക് ഭീതിയായിരുന്നു, ചിലർക്ക് സ്നേഹം, മറ്റു ചിലർ ദ്വേഷം, അനുരാഗം തുടങ്ങി അതുലൈഹി ആശ്രമൈഹി യോഗഭേദൈഹി അധികം ആയാസകരങ്ങളല്ലാത്ത ഈ യോഗഭേദങ്ങളെ കൊണ്ട് ഇവർക്കെല്ലാം ഭഗവാനെ പ്രാപിക്കുവാൻ സാധിച്ചു. അവർക്കെല്ലാം ആർത്തിം തീർത്തുക അവരുടെ സകല ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് സമസ്താം എല്ലാവർക്കും അമൃതപദമഗുഹു അമൃതപദത്തെ പ്രദാനം ചെയ്തതല്ലേ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങ്. സർവത സർവലോകാഹ എല്ലാ ജനങ്ങൾക്കും എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങൾക്കും ഇപ്രകാരം ശ്രീകൃഷ്ണാവതാരം മൂലം മുക്തിപദം പ്രാപിക്കുവാനായിട്ട് സാധിച്ചു. സത്വം വിശ്വാർത്തിശാന്തിയായി ഇപ്രകാരം ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് ഭക്തിപൂർത്തിയായി ച ഭൂയ എൻ്റെ ഈ ഭക്തി അതിൻ്റെ പരിപൂർണതയിലേക്കും ഒക്കെ അതിൻ്റെ ലക്ഷ്യത്തിലേക്കും ആയിട്ട് ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മേൽപ്പത്തൂർ. അപ്പോൾ ശ്രീകൃഷ്ണാവതാരത്തിൽ ധാരാളം ജനങ്ങൾ പല ഉപാസനാവിധികളിലൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. അപ്രകാരം പരിപൂർണനായിരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ ഈ കൃഷ്ണാവതാരം സർവദാ വിജയിച്ചരുളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേൽപ്പത്തൂർ. എല്ലാ ജനങ്ങൾക്കും ഇപ്രകാരം അനുഗ്രഹം നൽകിയതിൽ പലരും പല രീതിയിലാണ് അങ്ങയെ പ്രാപിച്ചത്. ചിലർ സൗഹാർദ്ദം കൊണ്ട് പാണ്ഡവന്മാർ, മറ്റു ചിലർ ഭീതി കൊണ്ട് അത് കംസനെ പോലെയുള്ളവർ, ഇനി ദ്വേഷം കൊണ്ട് ശിശുപാലൻ, ദന്തവക്ത്രൻ തുടങ്ങിയ ആളുകൾ, സ്നേഹം കൊണ്ട് നന്ദഗോപരും വസുദേവരും ഒക്കെ, അതുപോലെ ഭഗവാനോട് അനുരാഗം തോന്നിയ ആ ഗോപീജനങ്ങൾക്കും എല്ലാവർക്കും മുക്തി നൽകി അനുഗ്രഹിച്ച അല്ലയോ ഭഗവാനെ എല്ലാ സന്താപങ്ങളെയും ശമിപ്പിച്ച് ഭക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ട് എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. സോയം കൃഷ്ണാവതാരോ ജേതി തവ വിഭോ യത്ര സൗഹാർദ്ദഭീതി സ്നേഹ ദ്വേഷാനുരാഗ പ്രഭൃതിഭിരതുലൈരാശ്രമൈർയോഗഭേദൈഃ ആർത്തിം തീർത്വാ സമസ്താമൃതപദമഗു സർവത സർവലോകാ
സത്വം വിശ്വാർത്തിശാന്ത്यै പവനപുരപതേ ഭക്തിപൂർത്തി ച ഭൂയാ.